മമ്മി നീ ക്യാമറ ഓൺ ആക്കി എന്നിട്ട് വേറൊരു മുഖം കാണിച്ചു തരാം. ബൈ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. കുറെ നാളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നു. അപ്പൊ അതിന്റെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമുക്ക് ഇന്ന് എത്രാമത്തെ നോമ്പാ? എത്രാമത്തെ നോമ്പാ മമ്മി? 4ാമത്തെ നോമ്പാണ്. നമുക്ക് നോമ്പിന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ്? ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ്. ബാക്കിയെല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ മുട്ട കബാബിനുള്ള മുട്ടയും 1 2 3 4 5 6 7 7 മുട്ട ഉണ്ട്. അപ്പൂസിന് മുട്ട ഇട്ടില്ലേ? അപ്പൂസിന് മുട്ടയൊന്നുമില്ല. 2 മുട്ടയും കൂടി ഇടണല്ലേ? നമ്മൾ അപ്പൂസ് വരുന്നുണ്ട്. അപ്പൂസ് വരുമ്പോഴത്തേക്ക് അപ്പൂസിന് അവസാനം മുട്ട കാണത്തില്ല. അപ്പൊ ഇണങ്ങിപ്പോവും. ചെറിയൊരു കുടുംബശ്രീയാണ്. അതുപോലെ തന്നെ ബെന്നിന് ഇന്ന് നോമ്പാട്ടോ. ബെൻ ഇന്നലെ 4:59 ഒക്കെ ആയപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ നോമ്പെടുക്കാൻ പോവാ, കുറച്ച് പുണ്യം അങ്ങനെയെങ്കിലും കിട്ടട്ടെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ബെന്ന് രാവിലെ നെയ്യത്തൊക്കെ ചെയ്ത് നോമ്പെടുത്ത്. ഹായ് ഗായ്സ്, നോമ്പെടുത്ത് ഇപ്പൊ നോമ്പിലാണ്. വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ഫസ്റ്റ് നോമ്പെടുത്ത്. ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ദാഹോ ഇങ്ങനെ, പക്ഷെ എന്തോ ഒരു പരാശമുണ്ട്. പക്ഷെ എന്നാലും വലിയ ഞാൻ വിചാരിച്ച ഇത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ എണീറ്റാണല്ലോ ഞാൻ 2 ലിറ്റർ വെള്ളം കുടിച്ച് 2 ചപ്പാത്തി, ഒരു 2 കക്ക ഇറച്ചി എല്ലാം കഴിച്ച്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും സ്റ്റിൽ ഫൈൻ. താങ്ക് യു. ഇതൊക്കെ നമ്മുടെ വീട്ടില് പുതിയ അതിഥികളാട്ടോ. ഒരെണ്ണം വാല് നല്ല ഓർമ്മ ഇല്ലായിരുന്നു. പരിപാടിയാണ്. കടിച്ചെടുത്തോണ്ട് വാപ്പിച്ചിയുടെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, ഫാൻസ് കൂടും. കാര്യം ഞാനായിട്ട് വീട്ടിൽ തന്നെ ഇറക്കും. വാപ്പിച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ട്രോളാക്കും. അയ്യോ. അപ്പൊ ഇത് നമ്മുടെ മുട്ട കബാബിനുള്ള ചട്നി. ഇതിന്റെ അകത്ത് എന്തൊക്കെയാ മമ്മി ഇട്ടേക്കുന്നത്? തേങ്ങ ഉണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇനി മുട്ടയുടെ ഉണ്ണി കൂടെ ചേർക്കും. ഉണ്ണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഉണ്ണി ഇരുന്ന കുഴിയിൽ നമ്മൾ ഇത് നിറയ്ക്കും. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മളെല്ലാവരും 1000-1800 കലോറിയിൽ ഒതുക്കും അല്ലേ മമ്മി? എല്ലാവർക്കും ഡയറ്റാ. ഞാൻ കുറച്ച് വണ്ണം വെച്ചപ്പോഴത്തേക്ക് എല്ലാരോടും ഇനി ഡയറ്റ് ആക്കാൻ. ഇനി കുറച്ച് കഴിയുമ്പോ അപ്പൂസ് വരും. അപ്പൂസ് നോമ്പൊന്നും അല്ല. അപ്പൂസ് ഉഡായിപ്പോ. അപ്പൂസ് ഇവന്റെ അടുത്ത് പറഞ്ഞു നാളെ നോമ്പെടുക്കാറാന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞിട്ട് രാവിലെ ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാ പോയത്. ഞാൻ രാവിലെ വെളുപ്പിനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞടാ ഇങ്ങനെ നമുക്ക് നോമ്പെടുക്കണമെന്ന്. എടാ ഇന്നലെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇതിന്റെ മേളിലാണ് കിടന്നത്. എന്തായാലും കൊറേ നാളോട്ട് മഴ പെയ്തു. പക്ഷെ മഴ പെയ്തിട്ട് കാര്യമില്ല. ഇവിടെ മറ്റേ 11 kV ഒക്കെ പോയെന്ന്. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ കിടന്നിറങ്ങിയത്? 4 സ്ഥലത്ത് ഓടി നടന്ന ഉറങ്ങിയത്. ഞാൻ ആദ്യം എന്റെ റൂമിൽ കിടന്ന്, എന്റെ റൂമിൽ നിന്ന് ഞാൻ ഹാളിൽ വന്ന് കിടന്ന് കൊതുക്. അവിടെ നിന്നിട്ട് ഈ വോൾട്ടേജ് കുറഞ്ഞ് ഇവിടെ വന്ന് കിടന്നു ഫാനിന്റെ ചോട്ടില്. ഇവിടെ ഹാളിൽ വന്ന് കിടന്നു. അവിടെ ഫാനിന് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. അങ്ങനെ 1 2 3 4 പിന്നെ അവസാനം ബാപ്പിച്ചിട്ട് മമ്മിയുടെ റൂമിൽ കിടന്നു. എവിടെയെല്ലാം കിടക്കാൻ പറ്റുന്നില്ലേ, ചൂടും ബഹളവും. ഇങ്ങോട്ടിറങ്ങും. അതാടാ പിച്ചാത്തി. കള്ളന്മാരാണോ? ഇല്ല, ഇതെന്തൊക്കെയാ എടുത്തോണ്ട് പോകുന്നത്? എന്തൊക്കെയാ എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നേ? നമ്മളെ അപ്പൂസ് വന്നിരിക്കുകയാണ് ഗൈസ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി. ഈ ചട്ടിപ്പത്തിരി മമ്മിയെ അറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ചപ്പാത്തി എടുത്ത് മുക്കി
അല്ല ചപ്പാത്തി അല്ല, മമ്മിയുടെ പ്രത്യേക ഒരു സാധനം കേട്ടോ. മമ്മി എളുപ്പ പരിപാടി കാണിക്കാണ് ഗൈസ്. പൊക്കി പൊക്കി അതെടുത്ത് ഇങ്ങനെ പൊക്കി അതിങ്ങനെ അതിലൊഴിച്ച് അതിലിങ്ങനെ അടുക്കി അതിങ്ങനെ വെക്കും. വെച്ചിട്ട് തീ കുറയ്ക്കും. മമ്മി എന്നോടൊരു പണി പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ. അതൊന്ന് എടുത്ത് വെക്കട്ടെ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. മാറിക്കോ. ഇങ്ങനെ അതിന്റെ മേളിൽ ഇതൊരു തീന്റെ മേളിലോട്ട്. അപ്പൊ ഡയറക്റ്റ് തീ വന്നാൽ കരിഞ്ഞു പോകുന്നാണ് മമ്മി പറയുന്നത് ഗൈസ്. ഇത് എത്ര ഗ്രാം പ്രോട്ടീൻ കാണും മമ്മി? എന്റെ അമ്മ എനിക്കറിയത്തില്ല. അങ്ങനൊക്കെ ഈ മാത്തമാറ്റിക്സ് ഞാൻ വീക്കാണ്. എന്താ വിശേഷം? നല്ല സുഖം. ഗൈസ്, നമ്മൾ നോമ്പാണെങ്കിലും പൂച്ചകൾക്കൊക്കെ ഞങ്ങൾ വെള്ളം കൊടുക്കും കേട്ടോ. ഞങ്ങള് നല്ല മനസ്സുള്ളവരാ. പൂച്ചപ്പേണിട്ട് വലിയൊരു ഇഷ്ടിയക്കട്ട എടുത്ത് പണ്ടൊരു പൂച്ചക്കിട്ട് എറിഞ്ഞ ഒരുത്തരുണ്ട് ഞങ്ങളുടെ മുന്നിൽ നിപ്പുണ്ട്. കണ്ണടയില്ല. അങ്ങനല്ല, ഞങ്ങൾ ട്യൂഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പഠിച്ചോണ്ടിരിക്കാണ്. ഞങ്ങള് എന്തോ ബുക്കോ റെക്കോർഡില്ലേ, മറ്റേ കട്ടിയുള്ള ബുക്കുള്ള റെക്കോർഡ് എഴുതാൻ പറയത്തില്ലായിരുന്നു. സ്കൂളിലെ അത് എഴുതാനായിട്ട് ഞങ്ങള് പൊക്കോണ്ടിരിക്കുക. ഒരു കൊച്ചിന്റെ വീട്ടിൽ പോയി ബുക്ക് മേടിക്കാനോ കൊടുക്കാനോ എന്തിനു പോവാ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ട്, റെക്കോർഡറിന് ഇരിപ്പുണ്ട്. അവൻ കുറച്ച് ഹൈപ്പറാണ്. ഒരു 8-ലോ 9. ഞാൻ 8-ലോ 9-ലോ, അവൻ +1 +2 അങ്ങനെ. അല്ല, അവൻ +1 +2 വേണ്ട, അവനെക്കാൾ മൂത്ത. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മതിലിന്റെ മുകളിൽ ഒരു പൂച്ച ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാണ്. അപ്പൊ ഞാൻ റെക്കോർഡ് ഇങ്ങനെ മൊത്തത്തിൽ പിടിച്ചു കഴിഞ്ഞു. ഒറ്റയടി ആ പൂച്ചക്കിട്ട്. പൂച്ച മറഞ്ഞു പോയി, അവിടെയൊക്കെ വീണിട്ട് ഇവനിറങ്ങി ഒറ്റ ഓട്ടം. ഞാൻ തിരിച്ചു ഇതുപോലത്തെ ഒരു പൂച്ചയായിരുന്നു. ഇത്ര സൈസ് തന്നെ ഉണ്ടായിരുന്നു. പൂച്ച അടിച്ചാൽ പുക്കളിൽ ചുറ്റും കിട്ടും. അതെ, പൂച്ച അടിച്ച കുറെ ഇഞ്ചക്ഷൻ എടുക്കണം. പണ്ട് ഞാൻ ഇതുപോലെ പപ്പടം ഇട്ട് കളിപ്പിച്ചു പൂച്ചരെ. പുക്കളിൽ ഇട്ട് പണി എന്നിട്ട് പോയി. നിനക്ക് അടിച്ചിട്ടുണ്ടോ? പൂച്ച അടിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ കുഞ്ഞിലെ ഇങ്ങനെ പപ്പടം ഇട്ടിങ്ങനെ, കുഞ്ഞിലെ ആന്ന് പറഞ്ഞാലും വിഷമത്തിന് ചില്ലറ ഇതൊന്നും ഞാൻ പപ്പടം ഇട്ടിങ്ങനെ അതിങ്ങനെ കടിക്കാൻ ഇങ്ങനെ വരുമ്പത്തേക്ക് ഞാൻ ഇങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ വരുമ്പത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം വരും. 3ാമത്തെ കടിക്ക് എന്റെ കൈക്കെട്ടായിരുന്നു. സെൻസർ ബോർഡ് അടിക്കും. പാണ്ട് കുത്തിയതാ, പാടൊന്നുമില്ല. ശരിക്കും പൊക്കിളിട്ട് തന്നെ എടുത്തോ? സെൻസർ ബോർഡ് അടിക്കുക. അത് ഫൈനൽ റൗണ്ട് ആയി. എന്താ ഇത്? എല്ലാരും ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ എന്താ മമ്മി, ഇറച്ചിപ്പത്തിരി. അത് തിന്നൊന്നുമല്ല, മുറിച്ചിട്ട. അവന് നോമ്പാ, നീ അടങ്ങി ഇല്ലടാ. എടുക്കത്തില്ല, ചുമ്മാ ഞാൻ നല്ല നോമ്പ്. നേരത്തെ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ചാമ്പങ്ങ ചവച്ചോണ്ട് വരികയായിരുന്നു. എന്നാണ് നോമ്പാണ്. എത്ര നേരം വെക്കണം മമ്മി? 25 മിനിറ്റ് വെക്കണം എന്നാണ് മമ്മി പറയുന്നത്. 25 മിനിറ്റ് വെക്കണം. അപ്പം 9-ല് 1 2 3 4 5 9 ആകുമ്പത്തേക്കും എടുക്കാനുള്ള സമയമാവും. ആ വലിയ സൂചി 9-ലാകുമ്പോ. എത്ര മിനിറ്റ്? 25 മിനിറ്റ്. 10 ഇപ്പഴും കയ്യിലെന്തോ പ്രശ്നങ്ങളാണ്. അപ്പൂസിന്റെ മുട്ട പൊട്ടി. അപ്പൂസിന്റെ മുട്ട പൊട്ടി. അപ്പൂസിന്റെ മുട്ട പൊട്ടി. എന്റെ മുട്ട അങ്ങനെയൊന്നും പൊട്ടി. അപ്പൂസിനിട്ട മുട്ടയാ. അപ്പൂസിന്റെ മുട്ട പൊട്ടി. അവിടെ അത് വീണ് പിള്ളേരൊക്കെ വല്ലതും കാണുന്നാടേ, എല്ലാം ഉണ്ടെങ്കിൽ. രാജിന് സല്യൂട്ട്. നീ ഇങ്ങനെ ഇടയ്ക്ക് നോമ്പെടുക്കുന്ന നല്ലതാണ്. ഇടയ്ക്ക് ഇങ്ങനെ നോമ്പെടുക്കാം, നമ്മുടെ ബോഡിക്ക് ഗുണമുള്ള സംഭവം. ക്യാൻസർ സെൽസിനെതിരെ പ്രതിരോധിക്കുന്ന സംഭവം അല്ല, വരാതിരിക്കാൻ. ഫാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും
എന്താ പറയാ നമ്മുടെ ബോഡിയിൽ ഈ വരണ്ടിട്ട് വിണ്ട് കീറി അതിന്ന് എന്താണ്ട് വന്ന് അല്ലേ? അയ്യോ അറിയാവുന്ന കാര്യം പറയാം, മമ്മി പറയാ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ള, എനിക്ക് അറിയത്തില്ല കറക്റ്റ്. ആവശ്യമില്ലാത്ത ആ എന്തോ ഒരു എൻസൈം ഉണ്ടാകും, അത് നമ്മുടെ ബോഡി സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട്. ആ അപ്പം ആ ഒരു എൻസൈം എന്ന് പറയുന്നത് ക്യാൻസർ സെൽസിനെതിരെ പ്രതിരോധിക്കുന്നു. അതെ. ആ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? മമ്മി കേട്ടിട്ട്, മമ്മി 2ാം ക്ലാസ് ഗുസ്തിയാണ് ചുമ്മാ. മമ്മി അറിഞ്ഞോ ഇത്ര വളർത്തി പോയിട്ട് ഇത്ര വലുതാക്കിയത്. എടാ മമ്മി 2ാം ക്ലാസ് ഗുസ്തിയൊന്നും അല്ല, ഇവനേതാ ഇതെല്ലാം അതിന്റെ കിണ്ണികളാണോ? ആ പാല് കൊടുക്കാൻ ആരും കുടിക്കുന്നത് അതെന്ത് നീ നോക്കുന്നു? അവന്റെ ഒരു അവന്റെ ഒരു സുസ്കാന്തി തന്നില്ലേ മുതലാളി? വെറുതെ കേട്ടവനെ. എന്തായാലും ഈ നാട്ടിലത് പുതിയതാ. എന്ത് റെസ്കേ ഓപ്പോസിറ്റ് മുടിയുടെ കൂടെ സൂര്യനെ കാണാൻ. ടിപ്പ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ, മുടി വളരാൻ ടിപ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. ഹൈവേ അടിച്ചു പയ്യ ആയിക്കോളൂ കേട്ടോ. അതെ, അതെ. അതിന് ഐ തിങ്ക് 250 800 ഗ്രാം കാണും. അത്രേ ഉള്ളൂ. നമ്മൾ ഡിഷ് എന്തായിരുന്നു? ഡിഷ് ഇപ്പോഴും തുറക്കാൻ പറ്റത്തില്ല, അത് 25 മിനിറ്റ് കഴിയണം. മമ്മി മുട്ട കബാബ് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. മുട്ട ഇങ്ങനെ വെക്കും, ഉണ്ണി മാറ്റും, മുട്ട വെക്കും, ഉണ്ണി മാറ്റും. നമ്മളിന്ന് മൊത്തം എത്ര കലോറി ഫുഡ് നോമ്പ് തുറക്കുന്ന മമ്മി? 250 കലോറിയോ? അല്ലാ, ഇത്രക്കൊക്കെ ഉള്ളു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് മാത്തമാറ്റിക്സ് ചോദിക്കലുണ്ട്. കണക്കിൽ ഞാൻ വീക്കാത്. ഇനി ഇതിലിട്ട് ഇതിനകത്തിട്ട് ഇതിന്റെ അകത്ത് അരിക്കത്തൊന്നും ഇല്ല, ജസ്റ്റ് മിക്സ് ചെയ്യും. അതിന്റെ അകത്ത് ഇത് ആ ഉണ്ണി എടുത്ത് ഇതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് അതിന്റെ അകത്തിട്ടാണല്ലോ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മുട്ടയുടെ കുടി കണ്ടില്ലേ, അതിന്റെ അകത്തോട്ട് ഇത് വെച്ച് നിറയ്ക്കും. സാധാരണ അത് നിറച്ചു കഴിഞ്ഞിട്ട് മറ്റേ മുട്ട ബജ്ജിയുടെ മാവിന്റെ അകത്ത് മുക്കി പൊരിക്കലാണ് പതിവ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ കുറച്ച് ഹെൽത്തിയാണ്, ഹെൽത്തി കാര്യങ്ങളെ പിടിക്കാറുള്ളൂ. പൊരിക്കുന്നില്ല, ജസ്റ്റ് നിറച്ചു വെക്കുക. ഹാപ്പി ഹാപ്പി. എരിവുള്ള സംഭവം പിടിക്കാല്ലേ? ഇപ്പൊ തിന്നു നോക്കട്ടോ. ബാബുജിക്ക് ഇന്ന് അവക്കാഡോ ഷേക്ക് വേണമെന്നാണ്. അവന് നോമ്പൊന്നും ഇല്ല. നോമ്പുള്ളവരുടെ മുന്നിൽ തിന്നാൻ പറ്റും. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഉദ്ഘാടനത്തിന് അവിടെ വടയും ചായ ഉണ്ടെന്ന്. പാലും ചായയും ഇത് ഓരോരോ 10, 20, 24 വയസ്സേ ഉള്ളൂ. എല്ലാം ഗ്യാസ് ഇവന്. അൾസറോ? മുട്ടുവേദന, അൾസർ, നടുവേദന, സ്പോണ്ടിലിസിസ്, മൈഗ്രൈന്, സൈനസൈറ്റിസ്, എല്ലാ പ്രശ്നങ്ങളാണ്. പെണ്ണ് അപ്പൊ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടറാ. ഞാൻ സ്വന്തമായിട്ട് ബ്ലോഗ് ഞാൻ അതില് നീട്ടടാ. നീ തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ കല്യാണം കഴിയും. നീ വ്ലോഗ് തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ കല്യാണം കഴിയും അല്ലേ മമ്മി? നിന്റെ കല്യാണമോ? മമ്മി ഭയങ്കര നിർബന്ധം എന്നെ കല്യാണം കഴിപ്പിക്കണം അല്ലേ മമ്മി? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യടാ അത് വേണ്ട. മൂലം നക്ഷത്രം, മൂലം വെളുത്ത നിറം. അത് സിനിമ ഡയലോഗ്. അത് സിനിമ ഡയലോഗ്. മമ്മി എന്ത് പറഞ്ഞാലും ഇതൊന്നും ഇടല്ലേ, ഇത് ഞാൻ അതൊന്നും ഇടുന്നില്ല പോലെ. നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് രാഷ്ട്രീയ അങ്ങനത്തെ നീ എന്നിട്ട് മറ്റേ പാർട്ടിയിലെ ആരെന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. എവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് രാഷ്ട്രീയൊക്കെ വേണം, രാഷ്ട്രീയൊക്കെ വേണം. അല്ല ഇവന് കൊടുക്കണ്ട, ഇവന് നോമ്പില്ലാത്ത. അപ്പളെ കൈ കിട്ടിട്ടല്ലേ ബജ്ജിയുടെ ചമ്മന്തി പോലെ ഉണ്ട്. അതന്നെ ആണോ മമ്മി മറിച്ചിടാൻ പോവാണേ. അറിയോ ഒന്ന് കാണിച്ചു പോയി മറിയോ എന്നുള്ളത് കമന്റ് ചെയ്യാം.
സെറ്റായി. അപ്പൊ ഇത്ര എളുപ്പ പരിപാടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലേ മമ്മി? ഇതുപോലൊരു മകനെ കിട്ടുന്ന. ബ്രോ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്ക്, നോമ്പ് തുറക്കാണല്ലോ. അപ്പോ കണ്ടാ അത് ഞാൻ കട്ട് ചെയ്യണ്ടടാ, ഞാൻ കട്ട് ചെയ്യും. യു ഗോ മമ്മി. മമ്മി ഇത് ഉണ്ടാക്കി. എനിക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് മമ്മിക്ക് അറിയാം? 250 ഗ്രാം ഒരു ദിവസമോ? അത്ര വേണ്ട, 160 ഗ്രാം പ്രോട്ടീൻ വേണം എന്നും പറഞ്ഞു. 160 ഗ്രാം ചിക്കനിൽ നിന്ന് 160 ഗ്രാം പ്രോട്ടീൻ കിട്ടത്തില്ല. ചിക്കൻ ഒരു 10, 300, 350 ഗ്രാം ഒക്കെ കഴിക്കുമ്പോഴേ ഒരു 100, 110 കിട്ടുള്ളൂ. മനസ്സിലായോ? പാവപ്പെട്ടവരൊക്കെ അല്ലേ പാവപ്പെട്ടവർക്ക് ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ലല്ലോ. സത്യം പറയാം, ഇത് കുറച്ച് കാശ് ചെലവുള്ള പരിപാടിയും കൂടെ ആണ്. പക്ഷെ അത് ഹെൽത്തി ആണ്. നമ്മൾ ഈ അവസാനം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിലും ബെറ്റർ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ. എടാ, ഒരു കുടുംബം പോറ്റി വരുന്നവർക്കേ കുറച്ച് കുഞ്ഞുങ്ങളും ഒരു 3-4 പിള്ളേരും പ്രായമുള്ളവരും ഒക്കെ ഉള്ളപ്പോഴേ ഇതൊന്നും എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. വീട്ടിലൊരു എന്നാലും മാക്സിമം നോക്കുക. കള്ളു കുടിച്ചും ബാക്കി എന്തേലും ഒക്കെ അങ്ങനെ കളയുന്നില്ലേ, അതൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ മാറ്റണം, ഫുഡെല്ലാം മാറ്റണം. നീ കഞ്ചാവല്ലേ? ഇതിന്റെ കണ്ണൊന്ന് കാണിച്ചാൽ ആരാ കഞ്ചാവ്? നമ്മളെ ഫ്രണ്ടിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്, പോയി നോക്കാൻ മേലായിരുന്നോ? നമുക്ക് അവിടെ ഒന്ന് പോയി അല്ല, ഞാൻ ഈ കോലത്തിലൊന്നും പോകും എടുക്കാമായിരുന്നു, പക്ഷെ അവിടെ തിരക്കായി. പിന്നെ ഞാൻ എന്താ സൗണ്ട് കൊടുക്കുക? പ്രേക്ഷകരെ അത് നോക്കുക, നമ്മുടെ പുതിയ. അപ്പോ എന്തി താറാവിന്റെ ഉണ്ണി എന്തി? അങ്ങനെ ഞാൻ വിചാരിച്ച എന്നെ പറ്റിച്ചു. മറന്നില്ലടാ, നീ അത് മറന്നില്ലടാ കള്ള. മറ്റേ ആശിർ പറയുന്നില്ല. കൊറേ ഐറ്റംസ് ഇരിക്കുന്നു, അതിൽ കൂടെ നോക്കുന്നു. നമ്മള് റിച്ച് ആണുള്ള ആരെ അറിയിക്കണം, നമ്മളൊരു കാം ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ മമ്മി? മമ്മിക്ക് റിച്ച് ആവുന്ന അങ്ങനെ നമ്മൾ ആവറേജ്, നമ്മൾ മിഡിൽ ക്ലാസ് ആണ് ഗൈസ്. ഒരു മടിയില്ല, നമ്മളതൊരു നാൾ തിരുത്തി കുറിക്കും. മമ്മി ഒന്നും പറയണ്ടെന്ന് കേട്ടോ പറയുന്നത്. മറ്റേ ഗസ്റ്റ് വരുമ്പത്തേക്ക് ഗസ്റ്റ് വരുമ്പത്തേക്ക് കുരുത്തക്കേട് കാണിച്ചിങ്ങനെ വർത്താനൊന്നുമില്ല, അട്ടിമുട്ടി ഇങ്ങനെ നോക്കും. അപ്പൊ തന്നെ മനസ്സിലാവും എന്തോ ഒപ്പിക്കുന്നുണ്ടല്ലോ നീ. അതങ്ങനൊന്നും അതിങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിങ്ങനെ ഓടക്കുള്ളിലാക്കി വെക്ക്. വെന്ന് നിൽക്കുന്ന ഇങ്ങനെ പിടിച്ചാലും മതി. അതെന്നാ സംഭവം? ചട്ടിപ്പത്തിരി, മമ്മിയുടെ ഈസി ചട്ടിപ്പത്തിരിയാണ്. നമ്മള് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കുക, അതിന്റെ ഇടയിലുള്ള ലെയർ ആക്കുക. മറ്റേ പരിപാടി ആയിരുന്നു മറ്റേ ഏത്തപ്പഴം ഒക്കെ ഇട്ടുള്ള ഒരു സാധനം ഇല്ലേ? ആവേശം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ പേര് അന്വേഷിച്ചിട്ട് കിട്ടിയ കായ്പോളയുടെ. കായ്പോള കുറച്ച് ഷുഗറിയാണ്, പഞ്ചസാരൊക്കെ. ഈത്തപ്പഴം എവിടെ നിന്ന്? അല്ല, ഈന്തപ്പഴം പോട്ടെ, ഏത്തപ്പഴം. ഏത്തപ്പഴവും പഞ്ചസാരൊക്കെ ഇടും. പഞ്ചസാര, മുട്ട, ഈത്തപ്പഴം, പാല്. ഞാൻ ഇപ്പൊ ഷുഗർ കട്ട. ഞാനും അവനും പൊട്ടിയതൊക്കെ അപ്പൂസിനും എടുത്തു. അപ്പൂസിന് നോമ്പില്ലാത്ത തമിഴ് കൊടുത്ത് മേടിക്കാന നല്ല നോക്കി മേടിക്കത്തില്ല. നീ എത്തി പറയുന്നത് മേടിക്കാനാണെങ്കിൽ നല്ലത് മേടിക്കാനാണ് നല്ല മേടിക്കുന്നത്. മമ്മേരെ കൂടി എന്നെ ബോഡി ഷെയിം ചെയ്തു. ഞാൻ പറഞ്ഞ മുട്ട കബാബ് ഇതാണ് സാധനം ഉണ്ടോ? എടുത്ത് ഇത് അപ്പൂസിന്റെ ആണ്. ഇത് രണ്ടും അപ്പൂസിന്റെ ആണ്. ഇത് രണ്ടും അപ്പൂസിന്റെ ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായി. ബാക്കി നമുക്കുള്ള. പിന്നെ ഇത് താറാമുട്ടയുടെ സാധനം.
നമ്മുടെ ചട്ടിപ്പത്തിരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് മുറിക്കും. പിന്നെ നമ്മുടെ കട്ട് ഫ്രൂട്ട്സും പിന്നെ അവക്കാഡോ ഷേക്കും. ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സാധനം. അപ്പം പറ്റുകയാണ്. അതിപ്പോ മുറിക്കുമോ മമ്മി? ഇപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ? വൈൻഡപ്പ് ചെയ്തേക്കട്ടെ? മുറിക്കത്തില്ലല്ലോ ഇപ്പൊ. ഗൈസ് ഇത് കണ്ടോ, സാധനം കണ്ടോ? ഇത് മുറിച്ചൊരു പീസ് കഴിച്ചാൽ ഇതിങ്ങനെ തെറ്റി വെച്ച പോലെ മമ്മി നോക്കിയിട്ടുണ്ട്. മമ്മി കാണത്തില്ല. മമ്മി തിരിച്ചു നോക്കും. ഇവിടെ 3 പേര് പോകും. രണ്ടാമാർക്ക് കരിക്ക് വെട്ടാ ഞാൻ കൊടുത്താ. ഇതുപോലെ ഒരു കരിക്ക് കുടിക്കാൻ കൊതിച്ചിട്ട് മേളിൽ കേറി കരിക്കിട്ട് ഇവൻ തന്നെ കേറി മേളിൽ കേറി പറയുന്നത് കഷ്ടപ്പെട്ട് കരിക്കിട്ട് ഞാനാ കരിക്കിടുന്നത്. കരിക്കിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് താഴെ ഇട്ട് കൊടുക്കും. അപ്പൊ ഞാൻ അവിടെ ഞാൻ മേളിലാണ് നിൽക്കുന്നത്, ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ. അത് ഇമാര് താഴെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു ഇമാർക്ക് രണ്ടുപേർക്കും വെട്ടാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു എടാ ഞാൻ വന്നിട്ട് വെട്ടാം, അവിടെ വെക്കെന്ന് പറഞ്ഞു. ഇല്ല ധൃതിയാ. ഞാൻ ഇങ്ങനെ വിട്ടു വെട്ടി 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 വലിയൊരു കപ്പുണ്ടാകും, നിറയ്ക്കുക. ലാസ്റ്റത്തെ ഒരു കരിക്ക് ആയിട്ട് കൊടുത്ത് അപ്പൊ ഇമാരെന്തായാലും വെട്ടിയിടുമല്ലേ. അപ്പൂസ പെട്ടെന്ന് ഇറങ്ങി അതായത് ഈ കരിക്ക് കൂടെ ഉള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ആ പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് എന്താണ് കാണിച്ചു ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതങ്ങോട്ട് പാത്രം ഇവിടെ ഇരിക്കുക. ഞാൻ കാണിച്ചുതരാം അതെന്ത് സംഭവിച്ചറിയോ. ഇവിടെ പാത്രം ഇവിടെ ഇരിക്കുകയാണ്. ഇവിടുന്ന് പാത്രം ഇങ്ങനെ അവസാനത്തെ എറണാണ് ഇങ്ങനെ നിറച്ചത്. അതിന്റെ കൈയും തെന്നി ഇതിങ്ങനെ സൈഡിൽ തട്ടി അതിന്റെ അകത്ത് ഇരുന്ന് എന്നുവെച്ചാൽ ഒരു ഇങ്ങനെ ഇവിടെ ഇരിക്കുക. കാലിട്ട് ഇവിടെ ഞെക്കി പിടിച്ച അതിന്റെ താഴെ കൂടി അല്ല ഞാനൊന്നും കണ്ടില്ല. ഞാനപ്പോ അടുത്ത കരിക്ക് കൊണ്ടുവരണോ വേണ്ട, ഇപ്പൊ ഒരു 5-6 കരിക്ക് വെള്ളം ഞാൻ എന്നാ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തോട്ടി താഴ്ത്തി വെച്ചിട്ട് താഴ്ത്തി നോക്കുമ്പോ 2 എണ്ണം ഇങ്ങനെ നിക്കുക. അതിലല്ലോ ബെന്നിനോട് ഞാൻ പറഞ്ഞേ, ബെന്നിടക്ക് എടുത്ത് കുടിക്കാൻ പോയി. ഞാൻ പറഞ്ഞു അവര് കൂടെ പറഞ്ഞിട്ട് അവർ കൂടെ വന്നിട്ട് കുടിച്ചാ ഇവര് കുടിക്കാൻ പോയി. ഇവര് ഞാൻ കുടിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോ 2 എണ്ണം ഇങ്ങനെ നിക്കുന്നത്. ഞാൻ ഇവരെ മോന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഏതാണ്ട് സംഭവിച്ചത്. ഞാൻ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് കരിക്കിന്റെ വെള്ളം വന്നപ്പോയി എന്നാ പോട്ടെ ഉള്ള കരിക്കിന്റെ കാമ്പെങ്കിലും വെട്ടി കുടിക്കാം. വെട്ടിയപ്പോ മൊത്തം തേങ്ങ. മൊത്തം തേങ്ങ. ഡിപ്രഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ചട്ടിപ്പത്തിരി. ക്രിസ്പി. അതാണ് ചപ്പാത്തി വെച്ചാലുള്ള ഗുണം അതാണ്. അത് മമ്മി ഇങ്ങനെ എല്ലാം എളുപ്പവഴി കാണിക്കും. ആറ് വിളിക്കുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം. ഇത് മുറിക്കാനൊക്കെ കാണിക്കണമെന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായി പോകും. ഇവിടെ പബ്ജിയും വരും, അങ്ങനെ ഭയങ്കര ആൾക്കാർ കൂടും ഇവിടെ ഭയങ്കര. ഗൈസ് ഇതാക്കി മുറിക്കുന്ന എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. അപ്പൊ ഇത്ര നേരം വ്ലോഗ് കണ്ടോണ്ടിരുന്നതിൽ വളരെ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. 500 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അതൊന്നും അല്ലാന്നറിയാം, പക്ഷെ എനിക്കത് വലുതാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ എവിടെ? യൂട്യൂബിൽ എവിടെ ഫോളോ ചെയ്യാം? ഇൻസ്റ്റ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ്. മമ്മി ഇങ്ങനെ ഇടയ്ക്കിടെ മമ്മി ഇടയ്ക്ക് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ല. അപ്പൊ അത് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ്, താങ്ക് യു. എല്ലാം യൂട്യൂബിൽ കാണാൻ അവിടെ ഇവിടെ എല്ലാം പിടിച്ചു എല്ലാം ബ്ലോക്കിൽ പിടിച്ചു വെക്കരുത്. ഓക്കെ ഗൈസ്, ബൈ.